വികസന മുരടിപ്പ് ആരോപിച്ച് എംഎൽഎമാരുടെ ഓഫീസുകളിലേക്ക് ബിജെപി മാർച്ച്. അഴീക്കോട് എംഎൽഎയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വികസന വിരുദ്ധമായ എംഎൽഎമാരാണ് കേരളത്തിന്റെ ശാപമെന്ന് വിനോദ് കുമാർ പറഞ്ഞു. കൊള്ളക്കാർക്ക് സംരക്ഷണം ഒരുക്കുന്ന സർക്കാരാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ 5 വർഷം സംസ്ഥാനത്ത് വികസന മുരടിപ്പായിരുന്നുവെന്ന് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ പറഞ്ഞു. വികസന വിരോധികളായ എംഎൽഎമാരാണ് കേരള നിയമസഭയിൽ എത്തിയത്. എംഎൽഎ ഫണ്ട് വിനിയോഗം പോലും കൃത്യമായി നടന്നില്ല. ഫണ്ട് വിനിയോഗത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. പല പദ്ധതികൾക്കും കോടികൾ ചെലവഴിക്കുന്നു. അഴീക്കോട് മണ്ഡലത്തിൽ പള്ളി നവീകരണത്തിന് 1 കോടി രൂപ അനുവദിച്ചു. എന്നാൽ എന്ത് നവീകരണം അവിടെ നടന്നുവെന്ന് വ്യക്തമാക്കണം. പള്ളിക്കുന്ന് ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയം നവീകരണത്തിന് 2.5 കോടി നൽകി. അത്രയും തുക അവിടെ ചെലവഴിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണമില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ CPMന്റെ ആസ്തി എത്ര ഉയർന്നു എന്ന് പരിശോധിക്കണമെന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. തുളിച്ചേരിയിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കണ്ണൂർ കോർപ്പറേഷനോ സ്ഥലം MLAക്കോ കഴിഞ്ഞില്ല. കക്കൂസ് മാലിന്യം അടക്കം ഓവുചാലിലേക്ക് ഇവിടെ ഒഴുക്കിവിടുകയാണ്. മഴക്കാലമാകുന്നതോടെ ഇവിടെ ജീവിതം ദുസ്സഹമാകും. കോർപ്പറേഷൻ ഈ വിഷയത്തിൽ തിരിഞ്ഞു നോക്കിയില്ല. പരാതി പറഞ്ഞു മടുത്തപ്പോഴാണ് നാട്ടുകാർ MLAയെ സമീപിച്ചത്. എന്നാൽ ഒരിടപെടലും ഉണ്ടായില്ലെന്നും വിനോദ് കുമാർ പറഞ്ഞു. പടന്നപ്പാലത്ത് 27 കോടി രൂപ ചെലവഴിച്ചാണ് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിച്ചത്. എന്നാൽ കോർപ്പറേഷൻ തികഞ്ഞ അനാസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. കടലിലേക്ക് മലിനജലം ഒഴുക്കിവിടുകയാണ് ഇവിടെ. ദേശീയപാത 66മായി ബന്ധപ്പെട്ട് കോട്ടക്കുന്നിൽ എൻട്രൻസും എക്സിറ്റും വേണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടതാണ്. അതിനുവേണ്ടി ഒരു ഇടപെടലും MLAയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്നും വിനോദ് കുമാർ കുറ്റപ്പെടുത്തി. കൊള്ളക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്നും വിനോദ് കുമാർ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയ മാത്രമല്ല ശബരിമലയിലെ കൊള്ളക്ക് പിന്നിൽ CPM സംസ്ഥാന നേതാക്കൾക്കും പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും സംരക്ഷകരായി മാറുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളത്. ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണ സമ്പത്ത് കിലോ കണക്കിലാണ് അടിച്ചുമാറ്റിയത്. കിലോ കണക്കിന് അടിച്ചുമാറ്റി. നാം വിചാരിക്കേണ്ട ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ്, അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്, ഏതാനും 1-2 CPM നേതാക്കന്മാർ മാത്രമാണ് ഇതിന്റെ പിന്നിൽ ധരിക്കേണ്ട. CPMന്റെ സംസ്ഥാന നേതാക്കന്മാർക്കും ഇതിൽ പങ്കുണ്ട്. അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയതിൽ, ദേവസ്വത്തിന്റെ ഫണ്ട് അടിച്ചു മാറ്റുന്നതിൽ കേരളത്തിലെ ഇന്നത്തെ മന്ത്രിമാരായിട്ടുള്ള CPM നേതാക്കന്മാരായിട്ടുള്ള സംസ്ഥാന നേതാക്കന്മാരായിട്ടുള്ള പല ആളുകൾക്കും പങ്കുണ്ട്. സത്യസന്ധമായ അന്വേഷണം ഉണ്ടായാൽ പല CPM നേതാക്കളും ജയിലിൽ പോകും. ശബരിമല കേസിൽ ഇന്ന് പ്രതികളെല്ലാം പുറത്തേക്ക് വരികയാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ പ്രതികൾ പുറത്തിറങ്ങുമെന്ന് അറിയാത്തവരല്ല പോലീസും മുഖ്യമന്ത്രിയും. ശബരിമലയിൽ വിഗ്രഹം പോലും എടുത്തുകൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും വിനോദ് കുമാർ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.